ലൈംഗികാരോപണ കേസിൽ MLA M. മുകേഷിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഇടവേള ബാബുവിനുമുണ്ട് മുൻകൂർ ജാമ്യം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം നൽകിയത്. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, വളരെ ദീർഘനേരം നീണ്ട നടപടിക്രമങ്ങളായിരുന്നു. എന്താണ് ഉത്തരവ്? ലൈംഗിക അതിക്രമ കേസിൽ രണ്ട് പേർക്കും പ്രതികളാക്കപ്പെട്ട M. മുകേഷിനും ഒപ്പം ഇടവേള ബാബുവിനും മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. അല്പസമയം മുമ്പാണ് ഈ ഉത്തരവ് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തു വന്നത്. തുറന്ന കോടതിയിൽ പറയുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ തുറന്ന കോടതിയിൽ പറഞ്ഞില്ല. പകരം അത് കോടതിയുടെ ഓഫീസിൽ നിന്നും നമ്മളെ അറിയിക്കുകയായിരുന്നു. നമ്മളിപ്പോഴും കോടതി മുറിക്കുള്ളിൽ തന്നെയുണ്ട്. അല്പസമയത്തിനുള്ളിൽ വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരും. ആ വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യും എന്നാണ് കോടതിയിൽ നിന്നും അറിയിക്കുകയും ചെയ്തത്. എന്തായാലും ഏറ്റവും സുപ്രധാനം, മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ലൈംഗിക അതിക്രമ കേസിൽ ബലാത്സംഗ കേസിൽ കൊല്ലം MLA M. മുകേഷിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നതാണ്. അത് ഈ ജാമ്യ വ്യവസ്ഥകളോടെയാണ് മുൻകൂർ ജാമ്യം. പക്ഷെ മുൻകൂർ ജാമ്യത്തിന്റെ വ്യവസ്ഥകൾ എന്ത് എന്ന കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകുക എന്നടക്കമുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നതെന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റെന്തെല്ലാം മുൻകൂർ ജാമ്യത്തിലെ വ്യവസ്ഥകൾ എന്ത് എന്ന കാര്യത്തിൽ അല്പസമയത്തിനുള്ളിൽ കൂടുതൽ വ്യക്തത വരികയും ചെയ്യും. ഇതിൽ ഇടവേള ബാബുവിനും, അതായത് എറണാകുളം നോർത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇടവേള ബാബുവിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹനിയം വർഗീസിന്റേതാണ് ഈ സുപ്രധാനമായ ഒരു ഉത്തരവ്. കഴിഞ്ഞ മിനിഞ്ഞാന്നാണ്, അതായത് തിങ്കളാഴ്ചയാണ് രണ്ട് ജാമ്യ ഹർജികളിലും വാദം പൂർത്തിയായത്. ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ VS ചന്ദ്രശേഖരന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്നും അതിൽ പ്രോസിക്യൂഷൻ എതിർപ്പ് അറിയിച്ചു. സാക്ഷിയെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു എന്നത് സംബന്ധിച്ചൊരു കേസ് എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം അറിയിച്ചു. അതുകൊണ്ട് അക്കാര്യം പരിശോധിക്കാൻ വേണ്ടി വാദം കേൾക്കാൻ വേണ്ടി മറ്റന്നാൾ ശനിയാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തു. കൊല്ലം MLA ആയ മുകേഷിന് ഏറെ ആശ്വാസകരമാകുന്ന നടപടിയാണ് അല്പസമയം മുമ്പ് ഉണ്ടായ ഈ വിധിന്യായം. അത് മുകേഷ് കോടതിയിൽ പറഞ്ഞത് തനിക്ക് അനുകൂലം, അതായത് ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് കേസാണ് എന്നതാണ്. അതിനെ കോടതി ഏത് രീതിയിലാണ് പരിഗണിച്ചത് എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. കാരണം ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് കേസാണ്. തനിക്കും ചില തെളിവുകൾ ഹാജരാക്കാനുണ്ട് എന്ന കാര്യം നേരത്തെ തന്നെ മുകേഷ് അറിയിക്കുകയും അതിനനുസരിച്ച് ചില തെളിവുകൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ M. മുകേഷ് ഹാജരാക്കുകയും ചെയ്തു. ആ തെളിവുകൾ ഉൾപ്പെടെ പരിശോധിച്ചതിന് ശേഷമാണ് ബലാത്സംഗ കേസിൽ M. മുകേഷ് MLAക്ക് കോടതി ജാമ്യം നൽകിയിരിക്കുന്നത്. ഇത് സുപ്രധാന മുകേഷിന് ഏറെ ആശ്വാസകരമാകുന്ന നടപടി. മറ്റൊന്ന് രാഷ്ട്രീയമായി കൂടി ആശ്വാസമാകുന്നതാണ്. കാരണം മുകേഷിന്റെ രാജി പല കോണുകളിൽ നിന്നും വലിയ രീതിയിൽ തന്നെ ഉയർന്നിരുന്നു. വളരെ വലിയ പ്രതിഷേധങ്ങളാണ് ഉയർന്നത്. പ്രത്യേകിച്ചും സ്ത്രീകൾക്കെതിരായ അതിക്രമം, ലൈംഗിക അതിക്രമ കുറ്റം, ബലാത്സംഗ കുറ്റമാണ് M. മുകേഷിനെതിരെ ചുമത്തിയത്.